വിശ്വാസം അറിവാണോ അനുഭവമാണോ? അനുഭവം. എന്നാ ശ്രദ്ധിച്ചു കേട്ടെ. എന്റെ കന്യാസ്വാമിയെ പറ. എക്സാക്ട്ലി. വിശ്വാസം അനുഭവം മാത്രമാകരുത്. ഭയങ്കര അപകടമാണ്. വിശ്വാസം അറിവും അനുഭവവും ആകണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ അനുഭവം ഇരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് അറിവാണ്. വിശ്വാസം അനുഭവം മാത്രമായാൽ എന്തായിരിക്കും അപകടം? എന്റെ ടീച്ചറെ കറക്റ്റ് ഉത്തരം എഴുന്നേരുന്ന് പറ. ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. വിശ്വാസം അനുഭവം മാത്രമായാൽ ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. വിശ്വാസവും വ്യത്യസ്തമാകും. ആകാൻ പാടില്ല. ഓരോരുത്തർക്ക് ഓരോ വ്യാഖ്യാനങ്ങൾ, ഓരോരുത്തർക്ക് ഓരോ എക്സ്പ്ലനേഷൻസ്. It is not the method and style of Catholic Church. വിശ്വാസം കേവലം അനുഭവം മാത്രമായി ചുരുങ്ങിപ്പോയാൽ വിശ്വാസം മെല്ലെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി തുടങ്ങും. ഇന്നതുണ്ട്. നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവമാണ്. നിങ്ങൾ എത്ര പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചാലും അത് കുട്ടികൾക്ക് കിട്ടില്ല. കാരണം എക്സ്പീരിയൻസ് ഇസ് ഓൾവേസ് റിലേറ്റീവ്. അനുഭവങ്ങൾ വ്യക്തിപരമാണ്. അറിവാണ് ഒബ്ജക്റ്റീവ്. എനിക്കും നിനക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിവാണ്. മറ്റത് അനുഭവം വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന അനുഭവങ്ങൾ. അറിവാണ് പൊതുവായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ? വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞൊരു ഹല്ലേലൂയൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. അല്ല ചോ, ഈ മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് അറിവാണോ അനുഭവമാണോ? ഒരു സ്ത്രീ പുരുഷബന്ധമില്ലാതെ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അത് അറിവാണോ അനുഭവമാണോ? കൃപാസനം പത്രം കൊണ്ട് ചമ്മന്തി അരച്ച് കഴിച്ചപ്പോൾ പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് അറിവാണോ അനുഭവമാണോ? പണ്ടെങ്ങോ ജീവിച്ചിരുന്നു എന്ന് വേറെ ചില ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ വന്ന് നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അറിവാണോ അനുഭവമാണോ? ഇതൊന്നും അറിവല്ല എന്ന് മാത്രമല്ല, അറിവിന്റെ നേർ വിപരീതം കൂടിയാണ്. വിശ്വാസം എല്ലാം അനുഭവത്തിന്റെ മാത്രം വെളിച്ചത്തിൽ ഉണ്ടായവയാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവ നിലനിന്നിട്ടുള്ളത്. ഉദാഹരണമായി, സൂര്യൻ കിഴക്കുദിച്ചു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നത് നമ്മുടെ അനുഭവമാണ്. എന്നാൽ അറിവ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹം മാത്രമാണ് എന്നതാണ്. ഗലീലിയോ കണ്ടെത്തിയ ഈ അറിവിനെയാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം പണ്ട് ചോദ്യം ചെയ്തതും അദ്ദേഹത്തെ വർഷങ്ങളോളം വീട്ടുതടങ്കലിൽ വെച്ച് പീഡിപ്പിച്ചതും. ഇന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല അറിവുകളും പഴയ അനുഭവങ്ങൾക്ക് എതിരാണെന്ന കാരണത്താൽ ക്രിസ്ത്യൻ സഭകൾ പീഡിപ്പിച്ചു വന്ന ആളുകളുടെ ലിസ്റ്റ് വായിച്ചാലും തീരില്ല. അവിടെയാണ് ഈ പുരോഹിതൻ വ്യത്യസ്തനാവുന്നത്. അദ്ദേഹം പറയുന്നത് അറിവിനനുസരിച്ച് ഉള്ളതല്ലാത്ത അനുഭവങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗം ആക്കരുത് എന്നാണ്. അല്ലയോ പ്രിയ വൈദിക ശ്രേഷ്ഠ, താങ്കൾ പറയുന്ന കാര്യത്തിൽ താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കൾ ഇത് പറയേണ്ടത് ഈ മനുഷ്യരോടല്ല. അനുഭവ സാക്ഷ്യങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച് അത് വിറ്റ് കാശാക്കുന്ന ആ വട്ടായിയോടും വളമനാലിനോടും കൃപാസനം ജോസഫിനോടും ഒക്കെയാണ് നിങ്ങളിത് പറയേണ്ടത്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അറിവാണ് പ്രധാനം. അതുകൊണ്ട് അറിവുമായി യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വാസത്തിൽ എടുക്കാവൂ എന്ന് അവരോടെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചൂടെ എൻ്റെ അച്ചോ.